ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറയാം, ആഖിറത്തിൽ എന്നോട് അള്ളാഹു ചോദിക്കുകയാണ്, അല്ല ബുഖാരി, എന്താ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ച് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അള്ളാൻ്റെ അടുത്ത് പറയൽ എന്താണെന്നറിയോ? ആയിരക്കണക്കിന് ഉസ്താദുമാരെ ഞാൻ തേടി പുറപ്പെട്ടു. എനിക്ക് 400 ഉസ്താദുമാരെ നേരിട്ട് കാണാൻ കിട്ടി. 1000-ൻ്റെ മേലെ കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. അന്ന് വളരെ സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ സൂപ്പറായ വാഹനങ്ങളില്ലാത്ത കാലമാണെന്ന് നമ്മൾ ഓർക്കണം. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും അല്ലെങ്കിൽ കുതിരയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന യാത്രയെക്കുറിച്ചാണ് അവർ പറയണത്. 1000-ലധികം കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്ത് 400-ലധികം ഉസ്താദുമാരെ ഞാൻ കണ്ടെത്തി. 6 ലക്ഷം ഹദീസ് ഞാൻ ശേഖരിച്ച് അതിൽ നിന്ന് കടന്നെടുത്തിട്ട് 7000-ൽ പരം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോ ഹദീസ് എഴുതുമ്പോഴും വുളു എടുത്ത് കുളിച്ച് വൃത്തിയായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ ചോദിച്ച് ഇസ്തിഖാറത്ത് ചെയ്ത് ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതണോ എന്ന് ചോദിച്ച് 16 കൊല്ലം കൊണ്ടാണ് ഈ കിതാബ് എഴുതിയത്. ഞാൻ ഈ കിതാബാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കൽ. ഇതാ 400-ലധികം ഉസ്താദുമാരെ കണ്ടെത്തി 6 ലക്ഷം ഹദീസ് എന്ന് കടന്നെടുത്ത് 7000-ൽ പരം ഹദീസുകളുള്ള 16 കൊല്ലം കൊണ്ട് എഴുതിയ ഓരോ ഹദീസിനും 2 റക്അത്ത് നിസ്കരിച്ച, അപ്പോൾ എത്ര സുജൂദായിട്ടുണ്ടാവും? ഇതാണ് എനിക്കുണ്ടാവുക. എനിക്ക് അള്ളാഹിൻ്റെ അടുത്ത് പറയാനുള്ള അതാ ഉള്ളത്. നമുക്കെന്താ ഉണ്ടോ അള്ളാഹിൻ്റെ അടുത്ത് പറയാൻ? ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അയാൾ ഏത് പള്ളി കണ്ടാലും കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. അത്രേ, ഏത് പള്ളി കണ്ടാലും 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. അയാളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പോൾ തഹിയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി? അതിനവർ പറഞ്ഞത് 800 കഴിഞ്ഞു. നിങ്ങൾക്കെന്താ ഇത് പ്രചോദനമായതെന്താ? ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്ത് നടത്തിയപ്പോൾ അവിടെ ഒരാളെ കണ്ടു. അയാൾ കാണുന്ന പള്ളിയിലെല്ലാം കയറിയിട്ട് മുക്കിരി ഉസ്താദിനോട് ചോദിക്കും, ഞാൻ ബാങ്ക് കൊടുത്തോട്ടെ. ചിലയിടത്തുനിന്ന് സമ്മതിക്കും. ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് പോരുമ്പോൾ അയാളോട് ചോദിച്ചത്രേ, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തേ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം? അത് ബാങ്ക് കൊടുത്താൽ ഭയങ്കര കൂലിയല്ലേ? വലാ മദറുൻ വലാ ഹജറുൻ, ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കുന്നല്ലേ. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറേ ബാങ്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ ചുറ്റുവട്ടത്തുള്ള കല്ലും മരങ്ങളൊക്കെ ഓക്കെ, അൽഹംദുലില്ലാ. പരമാവധി പള്ളി പോയിട്ട് ഞാൻ ബാങ്ക് കൊടുക്കുന്നു. എത്ര പള്ളിയായിന്ന് വെച്ച്? 3000 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടാ? ആർക്കെങ്കിലും അള്ളാൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ? 3200 പള്ളിയുണ്ട് സുൽത്താനുൽ ഉലമക്ക്, 11,000 സക്കാഫിമാരും. ചെറിയൊരു ആഫിയത്ത് കുറഞ്ഞിട്ട് കിടക്കുമ്പോൾ 4444 നാര്യസ്വലാത്തല്ല, ഖത്മോദി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കീന് ആ പുരുഷായുസ് കാലത്ത്. നമുക്കെന്തെങ്കിലും ഉണ്ടാ പറയാൻ? നമുക്കാകപ്പാടുള്ളത് ഞാനെല്ലാം SSFൽ പ്രവർത്തിക്കുന്ന കാലത്ത്, ഹാരപ്പൻ മോഹൻജദാരോ കാലമായിരിക്കും അത് പറഞ്ഞിരുന്ന് ബാത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകൾ വേണം. എന്താണത്? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസവി റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ തങ്ങൾ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒന്നാമത് മഹാനവറുകൾ പറയണത് മോനെ, നിൻ്റെ ജീവിതം സാർത്ഥകമാണെങ്കിൽ തെറ്റിൽ നിന്ന് മാറിയിക്കണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. ചിലർക്കൊരു തോന്നലുണ്ടാവും, എന്ത് ഉസ്താദിൻ്റെ പ്രഭാഷണം ചിലതെല്ലാം ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളഞ്ഞ് കയറുകയെന്നെല്ലാം പറയുന്നേക്കും ചില ആൾ, ആണിയാറ്റം പോലെ. എന്നിട്ടിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞു നോക്കുന്നുണ്ട്. ഈ കരഞ്ഞു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, കസറത്തുൽ മാസി, കുറേ തെറ്റുള്ള ആളാണെങ്കിൽ നരകത്തിൽ തന്നെ പോവാന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറയുന്നുണ്ട്. നമുക്കൊരു തോന്നലുണ്ടാവും, എനിക്ക് ഇന്നാലിന്ന പ്രഭാഷണം കേൾക്കുമ്പോൾ മദീനയിലെത്തണം എന്ന് തോന്നുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, അല്ലുണ്ട്. പക്ഷെ എൻ്റെ തെറ്റുണ്ടാ, അത് നരകത്തിലേക്കുള്ള വസീലയാണ്.
വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തെറ്റൊഴിവാക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാവേണ്ടത് തെറ്റുകുറ്റങ്ങളാണ്. ഒരു ഗീബത്ത് പറയാൻ നമുക്കൊരു മീറ്റിങ്ങിലോ കൺവെൻഷനിലോ ചാൻസ് കിട്ടി. 100 ഹജ്ജും ഉംറയും ചെയ്തതിനേക്കാൾ കൂലിയാണ് ആ ഗീബത്ത് ഒഴിവാവൽ, ആ ഒഴിവാക്കൽ. മുണ്ടെണ്ണ നമുക്കറിയാം കാര്യം മുണ്ടെണ്ണം. ഇപ്പം എനിക്ക് 100 കണക്കിന് ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഇത് എക്സാജറേഷനാണ്. അത് ഉസ്താദിൻ്റെ വക കുറച്ചുകൂടി. ഇതുവരെ ഉസ്താദ് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും. അത്ര എല്ലാം കിട്ടോ? നമ്മൾ ഗ്രൂപ്പിൽ കാര്യമായിട്ട് 4.5 ലക്ഷം കൊടുത്തിട്ട് ഹജ്ജിന് പോവുക, ഇയാൾ അത് 100 എണ്ണോ അത് കിട്ടുമോ? അല്ല, ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. തർക്കു ഹറാമിൻ വാഹിദിൻ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട്. തെറ്റൊഴിവാക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുക. പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള അന്തരം എന്താണെന്നറിയോ? പുതിയ കാലത്ത് ഇബാദത്ത് കൂടുതലാണെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം. പള്ളി പണ്ടാണോ അധികം ഇപ്പോഴാണോ? ഇപ്പോൾ. നിസ്കരിക്കുന്നവരോ ഇപ്പോഴധികം. നോമ്പ് നോക്കുന്നവരോ ചില പെണ്ണുങ്ങന്മാർക്കല്ലേ എപ്പം നോമ്പന്നെ. എന്തേ വനിതാ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞതിന് പണ്ട് പറയുന്നത് ഇപ്പോൾ ഓൺലൈനിലും കിട്ടും. മജ്ലിസ് കൊണ്ട് തടഞ്ഞ് വീഴലിന്ന്. ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ഭർത്താക്കന്മാർ തളർന്നിട്ട് ഫാത്തിമ കുറച്ച് ചൂടുവെള്ളം നോക്കി. ഞാൻ മദീനയിലേക്കുള്ള പാതയിലാന്നുള്ള മജ്ലിസിലാണ് ഉള്ളവർ. ചൂടുവെള്ളമൊന്നും കിട്ടൂല, ഒരു രക്ഷയില്ല. നമ്മൾക്ക് ഭയങ്കര ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഇബാദത്തുണ്ട്. പക്ഷേ പുതിയ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് കൂടുതലാണ്. സജീവ സാന്നിധ്യമുള്ള പ്രവർത്തകൻ വീടിൻ്റെ അകത്തെത്തിയിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ കാണുന്നത് ഹറാമാവുന്ന കാലം. മോനെ, നമ്മൾ ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും വഫാത്ത്, മരണം ഉണ്ടാവുക. എൻ്റെ ജില്ല കണ്ണൂർ, ഡിവിഷൻ തളിപ്പറമ്പ്. അവിടെ നെരിക്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ മറവിട്ട് കിടക്കുന്ന നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹ്, നമ്മുടെ ഉലമാ മുഴുവനും അംഗീകരിച്ച അതിശ്രേഷ്ഠരായ പണ്ഡിതർ, നമ്മുടെ സമസ്തയുടെ കിടയറ്റ ആലിമീങ്ങളായ കൻസുൽ ഉലമ ശൈഖുനാ ഉസ്താദും നൂറുൽ ഉലമ എന്ന അതിദൈക്ഷണികരായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനവറുകളുടെ അടുത്ത് പലപ്പോഴായി വരാറുണ്ട്, പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. ആ നെരിക്കോട് ഉസ്താദ് വഫാത്താവുന്ന രൂപമെങ്ങാനും നമ്മൾ കണ്ടാൽ റമളാനിൽ പള്ളിയിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ മഹാനവറുകൾ വഫാത്താവുകയാണ്. പള്ളിയിൽ റമളാനിൽ ഈത്തികാഫിലായി മുഅ്മിനീങ്ങൾക്കിടയിൽ. അതിലേറ്റവും അത്ഭുതം കൻസുൽ ഉലമ ശൈഖുനാ ചിത്താരി ഉസ്താദ് പറഞ്ഞോർക്കാണ്. എല്ലാവരും മരിക്കുന്ന ആൾക്ക് ദിക്ർ കൊടുക്കല. ഇത് ഈ മഹാൻ ബാക്കിയുള്ള ആൾക്ക് ദിക്ർ കൊടുത്തിട്ട് രാജാവിനെ പോലെ ഖബറിലേക്ക് പോകുകയാണ്. എന്തേ കാരണം? കുറേ ദിക്ർ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയപ്പോൾ അവർക്ക് അല്ലാഹു ബെസ്റ്റ് ഓഫർ സമ്മാനമായി നൽകി. അതാണ് കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ ഉമ്മയുടെ ഉപ്പ ലത്തീഫ് ബിരുദമുള്ള ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ കുട്ടി അല്പം പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് വന്ന് മന്ദിരിച്ചു തരണം. ഓക്കെ. പോയി മന്ദിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ വായിൽ നിന്നിങ്ങനെ നുരപത ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലായി. നല്ല മരണമാണെങ്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരും, അത് AC ഇട്ടാലും ചിലപ്പം വരും. അല്ലെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ മുട്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും. മൂക്കിൻ്റെ ദ്വാരം വീർത്തു വരലൊക്കെ നല്ല മരണമാണ്, അതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹുവേ, നമ്മളെല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ.
ഈ ചെറുപ്പക്കാരൻ്റെ മരണവെപ്രാളം ഉസ്താദിന് മനസ്സിലായി. മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ വെളുത്ത തൊലിയുള്ള പയ്യൻ്റെ കറുത്ത ചെവിയുടെ അടുത്ത് കറുത്ത വരകളാണ്. എന്താണത്? പറിച്ചു നോക്കുമ്പോൾ ഇയർഫോണാണ്. പുതിയ കാലത്തെ ബ്ലൂടൂത്ത് അല്ല, ആ വയറുള്ള ഇയർഫോൺ. അതൊരാൾ വെച്ച് നോക്കിയപ്പോൾ മ്യൂസിക്, സിനിമ പാട്ടാണ്. ഇവൻ ഓഫായിട്ടും പാട്ട് ഓഫായില്ല. ജീവിതത്തിൽ എന്താണോ മക്കളെ നമ്മൾ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരണം സംഭവിക്കുക. കാമുകനും കൂടി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് കേട്ടില്ലേ നിങ്ങൾ? ഭർത്താവ് പോയ സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തി വൃത്തികേട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ബെഡിൽ കിടന്നെടുത്ത് സൈലൻ്റ് അറ്റാക്കായി മരണപ്പെട്ടവരില്ലേ? ഇമാം ഖുർത്തുബി റഹിമഹുല്ല അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരും. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലെ പെൺകുട്ടിയായി അയാൾക്ക് ലവ് അഫെയർ. അയാൾ ആ പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഒരിക്കൽ പോയി. ബാങ്ക് കൊടുക്കാൻ കയറി അയാൾ താഴെ ഇറങ്ങിപ്പോയി. പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ ഫാദർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മോളെ തരാമെന്ന്. അങ്ങനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മുർത്തദ്ദായി, ഈമാൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കാല് തടഞ്ഞ് അയാൾ തന്നെ വീണ് മരണപ്പെട്ടു. അല്ലാ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. മൊബൈലിൽ പാതിരാവിൻ്റെ പഴുതിൽ ഹറാമുകൾ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ, ആ ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസമങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, പരിപാടി കഴിഞ്ഞ് ഇശാ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാമെന്ന് കരുതി ഉറക്ക് നല്ല ബാധിച്ച് ക്ഷീണമുണ്ടായ ഗലബത്തുന്നൗമിൻ്റെ സമയം ഇശാ പിന്തിച്ച് പിന്നെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ കണ്ണ് പിന്നെ തുറക്കുന്നത് ഖബറിലാണ്. അവസാനത്തെ വക്ത് നഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഖബറിലെത്തുന്നത്. ജീവിതത്തിൽ നമ്മൾ എന്ത് കൂടുതൽ ചെയ്താലും അത് ചെയ്തുകൊണ്ടിരിക്കും, മരണപ്പെടും. അബൂ യൂസുഫ് റളിയല്ലാഹുവിന്റെ മസ്അല ചർച്ച ചെയ്യുമ്പോഴാണ് വഫാത്തായത്. ഒരു മഹാനോട് വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ട ആൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മരണവേദന? മഹാന്റെ മറുപടി, മരണവേദന ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തേ? കുന്തു അതഅമ്മലു മസ്അലതൻ, ഞാനൊരു ഫിഖിന്റെ മസ്അല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്റായിൽ വന്നിട്ട് റൂഹ് പിടിച്ചിട്ട് ഒറ്റ പോക്ക്. വലം മശ്ഊർ ബി ഖുറൂജി റൂഹി, എൻ്റെ റൂഹ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. മസ്അലൻ്റെ മധുരം കൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കുളിച്ച് വൃത്തിയായി സ്വഹീൽ ബുഖാരി എടുത്ത് സുഗന്ധം പൂശി കഫംപുട വിരിച്ച് അതിലിരുന്ന് ബുഖാരി ഓതി മുത്തം കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്തിട്ട് അവസാനിമ വഫാത്തായത്. സൂഫി എന്തിന്? മുത്താലിമായിട്ട് മരിച്ച പവറുണ്ടല്ലോ അതുകൊണ്ട്. കണ്ട നമ്മൾ എങ്ങനെയായിരിക്കും മരണപ്പെടുക? ഖാലിദ് ബിൻ മഅദിൻ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠർ, ആയിരക്കണക്കിന് തസ്ബീഹ് ഡെയിലി ചൊല്ലുന്ന മഹാൻ, അൽ ഹാവിലിൽ ഫതാവയിൽ കാണാം വഫാത്തായിട്ട് കറാമത്ത് എന്നോണം പഴയ അർത്ഥത്തിൽ ശീലത്തിൽ മഹാനവറുകൾ വഫാത്തായിട്ട് ജനാസ കട്ടിൽ ഇങ്ങനെ കടത്തുമ്പോൾ ഓരോ വിരലിങ്ങനെ അനങ്ങുന്നുണ്ട്. പഴയ ശീലത്തിൽ തസ്ബീഹിലെ ശീലത്തിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നമ്മളാറ്റം മരിച്ചാൽ വിരൽ അനങ്ങുവാണെങ്കിൽ കൈ അനങ്ങുവാണെങ്കിൽ ആദ്യം കീശ വരുന്നു. ആ വല്ല ഫോൺ ചെറുത് മേശം പോലെ ഉണ്ട്, വല്ല ഫോൺ ഞാൻ മരിക്കുമ്പോൾ ഇവിടെ വെച്ച്. ഉറങ്ങുമ്പോ ഫോണ്, ഉറങ്ങി എഴുന്നേറ്റ ഫോണ്, നിസ്കാരം കഴിഞ്ഞാൽ ഓടാ ഫോണ്. എന്തുവാടാ നമ്മുടെ ജീവിതത്തിനൊരു ചിട്ട? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമുക്കൊരു ജീവിതത്തിന് അജണ്ട വേണ്ടേ? എന്താ നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നേ? നമ്മൾ എന്താണ് ആഖിറത്തിലേക്ക് നേടിയെടുത്തത്? തൂക്കുമരത്തിലേക്ക് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റത്തെ ആഗ്രഹം? അതിന് മഹാന്റെ മറുപടി, ദഅനി ഉസല്ലി റകഅതൈൻ,
ഒരു 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി എനിക്ക് നിസ്കരിക്കണം. ആ നിസ്കാരം ഭംഗിയായി നിർവഹിച്ചിട്ട് മഹാൻ തിരിച്ചു വന്ന് പറയാണ്, എനിക്ക് കൂടുതൽ സമയം എൻ്റെ അള്ളാഹിനോട് വർത്തമാനം പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ സമയം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹുബൈബിന് മരണം പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത്. അത് വേണ്ട, അത് വിചാരിച്ചിട്ടാണ്. മരിക്കുമ്പോൾ എന്താ ആഗ്രഹം? ഒന്ന് വീഡിയോ കോളിൽ ഭാര്യയെ കിട്ടണമെന്നില്ല, എനിക്കെൻ്റെ 2 റക്അത്തിലൂടെ എൻ്റെ അള്ളാഹിനോട് മിണ്ടണം. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഇന്നഹു കസ്മിഹി, പേര് പോലെ സാബിത്തും ഫിദ്ദീൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, ജീവിതം അതിസൂക്ഷ്മമായി ജീവിച്ചു തീർത്ത മഹാൻ, രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യും. ഒരു ദിവസം ഒരു ഖത്ം ഓതി തീർക്കും. 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വഫാത്തായിട്ട മഹാനവറുകൾ വഫാത്താവുന്നതിൻ്റെ തൊട്ട് മുമ്പ് മകൻ ലാ ഇലാഹ ഇപ്പ പറയുന്ന വാക്ക്, മോനെ നീ ഇപ്പോഴും എനിക്ക് ദിക്ർ ചൊല്ലി തരുകയാണോ? എനിക്ക് ഇന്ന് ചൊല്ലി തീർക്കാനുള്ള 7ാമത്തെ ഔറാദിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഹിസ്ബുൻ നസ്ർ, വിർദുൽ ലത്തീഫ്, ദലായിലുൽ ഖൈറാത്ത് എന്നൊക്കെ പറയുന്നത് പോലെ 6ാമത്തെ ഔറാദ് പൂർത്തിയാക്കി 7ാമത്തേതിലേക്ക് എത്തിയ ഉപ്പാക്കാണോ മോനിത് ചൊല്ലിത്തരുന്നത്? അല്ലാ അവരുടെ ഒരു ജീവിതം നോക്കൂ. മഹാനവറുകൾ വഫാത്തായിട്ട് ഖബറടക്കുന്ന ഘട്ടം, ഖബറടക്കുമ്പോൾ കല്ലിങ്ങനെ വെക്കുമല്ലോ, അതിൻ്റെ മീതെയാണല്ലോ മണ്ണിടുക. ഒരു കല്ല് താഴെ വീണ് പോയപ്പോൾ ഖബർ ഒഴിക്കുന്ന ആൾ ബാക്കി കല്ലൊക്കെ മാറ്റിയിട്ട് ആ കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. കണ്ട അത്ഭുതം, ഫഇദൻ ഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരി. മഹാനവറുകൾ ഖബറിന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഖബറടക്കം പൂർത്തിയായിട്ടില്ല, മണ്ണിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്ക് മഹാൻ ഖബറിന്ന് നിസ്കാരം തുടങ്ങി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഉടനെ ഈ മോമിനികളെല്ലാം മഹാനവറുകളുടെ ഈ ദഫൻ പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് പോയിട്ട് മോളോട് ചോദിച്ചു, ഉപ്പാൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് പറഞ്ഞുതരാവോ മോളെ? മറുപടി, ഉപ്പ എപ്പോഴും രാത്രി നീണ്ട നിസ്കാരത്തിന് ശേഷം അത്താഴ സമയമായാൽ ദുആ ചെയ്യും, അല്ലാഹ് എനിക്ക് ഒരാഗ്രഹമുണ്ട് നിന്നോട് പറയാൻ. എന്താണെന്ന് വെച്ചാൽ ഖബറിന്ന് ആർക്കെങ്കിലും നിസ്കരിക്കാൻ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഡെയിലി ഫർളിൻ്റെ പുറമെ 300 റക്അത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ 600 സുജൂദ് ചെയ്യും. എന്നിട്ടും നമുക്ക് സുജൂദ് നിസ്കരിച്ചിട്ടൊന്നും പൂതി തീർന്നിട്ടില്ല. പ്ലീസ് ഖബറിന് തരണേ അല്ലാ. നമ്മൾ ഇന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് സെൽഫി ക്ലിക്ക് ചെയ്യാം. വിത്തർ ഒന്നിലൊതുക്കൽ മസാല കണ്ടെത്തല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തിന് പുതിയ നന്മകൾ കണ്ടെത്തണം. നേരത്തെ നമ്മൾ പരാമർശിച്ച ഇബ്നു ഹജർ റഹ്മഹുള്ളയുടെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, ആ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു 100 വയസ്സിൻ്റെ അടുത്ത പ്രായമായിട്ടും നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഫർളല്ല, സുന്നത്തിന്റെ കഥയാണ് പറയണത്. നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ. ഈ നിന്ന് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനാവുന്നുണ്ടോ എന്ന് ബേക്കിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പേടിയായി. ശിഷ്യനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉസ്താദേ ഖദ് റഖസല്ലാഹു ലക്, സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാന്നുള്ളതാണല്ലോ മസാല, ഉസ്താദ് ഇരുന്നിട്ട് നിസ്കരിച്ചൂടെ? മഹാന്റെ മറുപടി കേട്ടോ. മഹാന്റെ മറുപടി, മോനെ ഞാനിപ്പോൾ ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാലേ ആഖിറത്തിൽ എനിക്ക് കിതാബ് തരുമല്ലോ. ആ കിതാബ് തരുമ്പോൾ ഞാനിപ്പോൾ സുന്നത്ത് നിസ്കാരം ഇരുന്നിട്ട് നിസ്കരിച്ചതിൻ്റെ പിറ്റേന്നോ മറ്റോ മരണപ്പെട്ടാൽ എൻ്റെ ഏട് ഞാൻ വായിക്കുമ്പോൾ ലാസ്റ്റത്തെ പേജ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവൽ സ്വല്ല സക്കരിയ ഖായിദൻ, ളുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം സക്കരിയ അൻസാരി
ഇരുന്നിട്ട് നിസ്കരിച്ചു. അയ്യേ നാണക്കെട്. ഇരുന്നിട്ട് നിസ്കരിച്ചു എന്ന് കേൾക്കുമ്പോൾ വേണ്ട, ഞാൻ നിന്നിട്ട് നിസ്കരിച്ചോളാം. ആരോഗ്യമുള്ള കാലം മാത്രമല്ല, അനാരോഗ്യകാലത്ത് വരെ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി റിസ്ക് എടുത്തവരാണ് നമ്മളെ മഹാന്മാർ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇവർക്കെന്തോ പറയാം. എന്താ മനസ്സിലായി? അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. അപ്പോൾ ഒന്നാമതായി റൂഹുൽ ബയാൻ പറയണത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കും. കുറേ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ബിദായത്തുൽ ഹിദായയിൽ പറയുന്നുണ്ട്, കുറേ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും, കുറേ സ്വലാത്തും ദിക്റും ചൊല്ലാൻ എല്ലാവർക്കും കഴിയും. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു ആ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത് റൂഹുൽ ബയാൻ പറയാണ്, നമ്മുടെ ജീവിതം വിജയിക്കാൻ മോനെ നീ വേണ്ടത് ഇബാദത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ജാഗ്രത വേണം. ഇബാദത്ത് ചെയ്യാൻ നല്ല ആവേശം കിട്ടണം. എന്താ അങ്ങനെ പറഞ്ഞാല്? രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു പ്രഭാഷണം കണ്ടിട്ട് മദീനയിൽ എത്തണല്ലേ ഇൻഷാ അല്ലാഹ് കുറച്ച് സലാത്തല്ലണം, അങ്ങനെ ഒരാഴ്ച ഭയങ്കര സലാത്ത്, പിന്നെ ഒന്നുമില്ല. അതിനേക്കാൾ നല്ല ഡെയിലി 10 ആണെങ്കിൽ 10 സ്ഥിരം ചെല്ല. അതാ അള്ളാഹുവിന് ഇഷ്ടം. മസ്റൂഖ് റളിയല്ലാഹു ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമൽ എന്താ? ഖാലത്ത്, ബുഖാരിൻ്റെ ഹദീസാ. ഖാലത്ത്, മഹദിയുടെ മറുപടി അദ്ദായിം, സ്ഥിരം ചെയ്യുന്നതാണ്. സ്ഥിരം ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മൾ ചെയ്യുന്ന അമല് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം. ആവശ്യമില്ലാത്ത നേർച്ചയൊന്നും നമ്മൾ ആക്കരുത്. കഴിയാത്ത ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഇസ്ലാം പറയുന്നില്ല. റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് 2 കോടി സലാത്തല്ല ഞാൻ നേർച്ചാക്കി, 1,99,000 ചെല്ലിന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2 ലക്ഷത്തിന് 2 സ്വലാത്ത് കുറവ്, ആ സ്വലാത്ത് ഒഴിവാക്കിയതിൻ്റെ കുറ്റം ഉണ്ടാവില്ലേ? വേണ്ടാത്ത പണിയല്ലേ? മൂലക്കുള്ള മഴ കാലിനെടുത്തിട്ടത് അങ്ങനെ പറഞ്ഞോ അള്ളാഹു? അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹ് പറഞ്ഞോ? ഇല്ല. പ്രസവിക്കപ്പെട്ട കുട്ടീനെ 2000 കിലോമീറ്റർ അപ്പുറമുള്ള അല്ലെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കാമിൽ പോയിട്ട് പേരിടാൻ, അങ്ങനെ ഒരു പേരിടലുണ്ട് നമുക്ക്? അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 110 പോകാതെ 100 തന്നെ വേണ്ട, ഒരു 90 പോകുന്ന ജീവിതം മതി നമുക്ക്, നോർമൽ ലൈഫ്. എന്തെല്ലാം റബ്ബേ ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. സാധാരണ മുസ്ലിം ജീവിതത്തെ, കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കുന്ന പല ഓൺലൈൻ ഫത്വകളും വന്നുകൊണ്ടിരിക്കുന്ന കാലമായിപ്പോൾ. അത്തരം ഓൺലൈൻ മജ്ലിസുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാർ സ്ഥിരം ഓൺലൈൻ മജ്ലിസിൽ ആവുക, ദിക്റില്ലുക, സ്വലാത്തില്ലുക, ഭർത്താവിനെ നോക്കണമെന്നില്ല. അതൊന്നുമല്ല. ഭർത്താവിനെ നോക്കുന്നതിനേക്കാൾ വലിയ ഇബാദത്താണോ ഇതൊക്കെ? ആണോ? ഒരു സ്ത്രീയോട് ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം പുരുഷനുള്ള പോലെ തന്നെ നിസ്കാരത്തിൽ. രണ്ടാമത്തെ ചോദ്യം വഅൻ ബഅലിഹാ, നീ ഭർത്താവിനോട് എങ്ങനെ പെരുമാറി. ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിൻ്റെ കയ്യിൽ ദലാൽ ഖൈറാത്ത്, വിർദുൽ ലത്തീഫ്, ഹിസ്ബുൻ നസർ, കുറേ സ്വലാത്തിൻ്റെ ഇടക്കുണ്ടാവും. കല്യാണം കഴിച്ചാൽ ഭർത്താവിൻ്റെ പാൻറ് ഷർട്ടിൽ ഇസ്തിരി ഇട്ടിട്ടുണ്ടായാൽ മതി കേട്ടോ, അത് മതി. അതന്നെയാണ് മുസ്ലിം ജീവിതം.
ഖദീജ ഉമ്മ റസൂലുള്ളാക്ക് ഫുഡ് എടുത്തിട്ട് മല കയറിയത് 800 അടിയാ. ഇപ്പം പാകിസ്ഥാനികളല്ലേ അതിൻ്റെ സ്റ്റെപ്പും പിടിക്കമ്പിയെല്ലാം ഉണ്ടാക്കിയത്. അന്ന് ഉരുളം കല്ലുകളല്ലേ ആ ഗുഹ കയറിയില്ലേ ഖദീജ ബീവി. അതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. പുതിയ കാല ഒരു തട്ടിപ്പിലും നമ്മൾ പെടാൻ പാടില്ല. ഭർത്താവ് ഒന്ന് ചുമ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിസ്കാരക്കുപ്പായ വിട്ടിട്ട് നിസ്കാരത്തിൻ്റെ മുസല്ലയിൽ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ആ ദിക്ർ അവിടെ തൽക്കാലം കട്ട് ചെയ്തിട്ട് ഉടനെ കിച്ചണിൽ പോകുക, ചൂടുവെള്ളം എടുക്കുക, വെള്ളം കൊടുക്കുക. അതാ വേണ്ട. ഭർത്താവിന് ഖിദ്മത്ത് എടുക്കണതിനേക്കാൾ വലിയ ഇബാദത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. മുസ്ലിം കുടുംബജീവിതം തകർക്കുന്ന ഒരു സംസാരത്തിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം, അത് കുറച്ചാണെങ്കിലും അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും സ്ഥിരം ചെയ്യാം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ഇബാദത്തിൻ്റെ വിഷയത്തിൽ? ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. എന്താ വിചാരിക്കേണ്ടത്? ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബക്കറ്റ് അവിടെ കാണുന്നുണ്ട്, വെള്ളം കോരാനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. സ്വതക്കാണ്. അപ്പോൾ ആ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത്? ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കനെ കൊണ്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിൽ 49 നന്മയും 51 തിന്മയായിട്ട് എന്താ ചെയ്യുക? ഒരു മാർക്ക് എങ്ങനെ കിട്ടും? 50 ആയാലും അല്ല എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തും അല്ലേ? അപ്പോഴാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഇടയിൽ വന്ന ബക്കറ്റിൽ ഇട്ട് കൊടുത്ത ആ സ്വതക്ക അങ്ങോട്ട് നന്മയുടെ തട്ടിലേക്ക് വരും. അല്ലാ, ആ സ്വതക്കിൻ്റെ പവർ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഞാൻ ഈ ചെയ്യുന്ന സ്വതക്ക കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് നമുക്ക് ഡൗട്ട് വുളു ഉണ്ടാകും. വുളുവോടുകൂടി ഉറങ്ങൽ സുന്നത്താണല്ലോ. വുളു ഉണ്ടോയെന്ന് ഇങ്ങനെ ഡൗട്ട്. ഒരു നിലക്കും പറ്റിക്കാൻ ഇബ്ലീസ് ചിലപ്പം വാട്സപ്പിൽ വോയിസ് ഇടും, തണുപ്പല്ലേ മറ്റേ. ഒരു നിലക്കും കഴിയുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങ് കേൾക്കും, എൻ്റെ ഇഷാൻ്റെ വുളു മുറിഞ്ഞോ എങ്ങനെയെങ്കിലും മുറിക്കാണ്ട് അവിടെ തന്നെ വെക്കും, ഇങ്ങനെ അങ്ങ് വെക്കും. അപ്പോൾ നമ്മൾ വുളു എടുക്കാൻ പോകുമ്പോൾ കരുതണ്ടെന്നാണെന്നറിയാം, ഈ വുളു ആയിരിക്കും എന്നെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുക. ഓരോ അമല് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തോണി കയറിയിട്ട് കപ്പലിലേക്ക് എത്തി. കപ്പലിലേക്ക് കയറാനിരിക്കും മഹാൻ പറഞ്ഞു തോണിക്കാരനോട്, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നത്, അത് നീ നോക്കണ്ട, നീ എന്നെ അവിടെ എത്തിക്ക്, എന്നിട്ട് ഉടനെ ഈ കപ്പൽ വിടുന്നതിന് മുമ്പ് എന്നെ. എന്ത് ഉസ്താദ് അവിടെ നിന്ന് തന്നെയല്ലേ വരുന്നത്, പിന്നെ ഒന്നും കൂടി അങ്ങോട്ടേക്ക് എന്തിനാ പോണത്? 1 ദിർഹം ഫുള്ള് തരേണ്ടി വരുവേ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സർവീസ് അല്ലേ, സർവീസ് ചാർജ് അല്ലേ, തരാമെന്ന് പറഞ്ഞു. ഫത്തുൽ ബാരിയിലുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നു, 1 ദിർഹം കൊടുത്തു. കപ്പലുകാരും ചോദിച്ചു, അത് ശരിക്കും നഷ്ടമല്ലേ, 1 ദിർഹം എന്തിനാണ്? പോയടത്തേക്ക് തന്നെ ഒന്നുകൂടി പോയത്, ഉള്ളിടത്ത് തന്നെ ഒന്നുകൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് അവിടുന്ന് ഒരാൾ തുമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറമുക്കല്ല പറഞ്ഞ സുന്നത്ത് തന്നെ ശരി, ഞാൻ ഇറമുക്കല്ല ഇവിടുന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കൂല. അയാൾ കേൾക്കുന്ന വിധത്തിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാലുള്ള മെച്ചെന്നാ അറിയാം. അയാൾ എന്നോട് യഹ്ദീക്കുമുല്ലാന്ന് എനിക്ക് ദ്വാരം തരും. ഒരു മുഅ്മിൻ്റെ ലിസാനിലൂടെ നാവിലൂടെ യഹ്ദീക്കുമുല്ല, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞ് അയാളങ്ങനെ ദുആയിൽ ഇജാബത്തുള്ള ആളെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. 1 ദിർഹം പോയാലെന്ത്? അന്ന് രാത്രി കപ്പലുകാർ ഒരു സൗണ്ട് കേൾക്കുന്നു ആകാശലോകത്തു നിന്നുള്ള അശരീരി. എന്താണെന്നറിയോ? ഇന്ന അബാ ദാവൂദ്, ബുദ്ധിമാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇസ്തറൽ ജന്ന, സ്വർഗം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ, ബിദിർഹമിൻ വാഹിദിൻ, 1 ദിർഹമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യം ചെറുതായിട്ട് സുന്നത്തല്ലേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 10 രൂപ കൊടുത്തിട്ട് എന്താ വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് സ്വതക്ക ചെയ്യുമ്പോൾ 25 പിശാചുക്കൾ നമ്മളെ കൈ പിടിച്ചു നോക്കുന്നതാണ്.
ഉദാഹരണത്തിന് ഈ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കീശ കേട്ടപാട് 2000-ൻ്റെ നോട്ടിലാണ് വിരൽ കുടുങ്ങിയതെങ്കിൽ നമ്മൾ തന്നെ ആരോ മരിച്ച മാതിരി എന്താണ് ചെയ്തത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലും. 500 കൊടുങ്ങി പകുതി ചെല്ലും, ഇന്നാ ലില്ലാഹ്. എന്നിട്ട് എടുക്കൽ ശരിക്ക് പണ്ട് നിരോധിക്കാൻ മറന്നുപോയൊരു നോട്ടുണ്ട് 10, അത് എടുക്കും, കൊടുക്കും. 10 ഉള്ളുവെങ്കിൽ 10 കൊടുക്കാനേ കഴിവുള്ളൂ എങ്കിൽ അയാൾ അതന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും സ്വതക്കൻ്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു പറഞ്ഞതാണ്. എന്താണെന്നറിയാം, ലൈസ് ബിൻ സഅദ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് ഒരു ചെറിയ കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വീട്ടിലേക്ക് ഈ കുപ്പിയിൽ കുറച്ച് തേൻ തരാവോ എന്ന് ചോദിച്ചു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു വലിയ കുപ്പിയിലൊരു തേൻ കൊടുത്തു. ശിഷ്യന്മാർ ഒരു ചെറുതല്ലേ ചോദിച്ചിട്ടുള്ളൂ ഉസ്താദേ. മറുപടി, ആ പെണ്ണിൻ്റെ കഴിവിൻ്റെ പരമാവധി ചോദിച്ചു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി കൊടുത്തു. മുത്തല്ലിമീങ്ങൾ സ്ഥാപനത്തിൻ്റെ ഫെസ്റ്റിന് ഒക്കെ വരും, കലണ്ടറിൻ്റെ വിൽപ്പനക്കും മറ്റൊക്കെ വരും. ഒക്കെ വരുമ്പോൾ അവർ 50 ഉറുപ്പ്യൻ്റെ റെസിപ്റ്റ് മേലെ വെക്കും, 20 അതിൻ്റെ അടിയിൽ വെക്കും, 10ൻ്റെ താഴെ ഒളിപ്പിച്ച് വെക്കും. നമ്മൾ എത്രയാ 50. ഫെസ്റ്റ് കുറേ മുത്താലിങ്ങളുടെ പ്രസംഗ പരിശീലനം, അവർ ദഅവത്തിൻ്റെ വഴിയിൽ വ്യത്യസ്തങ്ങളായ, അതൊന്നും ചോദിച്ചിട്ടില്ല. എത്ര റെസിപ്റ്റ് ഉള്ള 50, 10ൻ്റെ ഇല്ല. എന്തൊരു കഥ എന്ന് പറയണ്ടേ. അങ്ങനെയല്ല, 250ൻ്റെ മുറിക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം. നാളത്തെ പേരോട് ഉസ്താദുമാർ ഈ മുത്തല്ലിമീങ്ങളിൽ നിന്നാണ് വളരേണ്ടത്. വലിയ ഉസ്താദുമാർ വന്നിട്ട് ചോദിച്ചാൽ മാത്രം പിരിവ് കൊടുക്കുന്ന ആജ്യമാർ ഈ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാത്തത്. പറഞ്ഞേട്ടാ. ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവന കൊടുക്കണം. ഇനി ഇത് ഉള്ളതുകൊണ്ടൊന്നും അല്ല ഈ ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെ ആയത്. ഈ പറഞ്ഞ ഹദീസിൻ്റെ എല്ലാം അർത്ഥം നേരത്തെ ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ.